ഇതാണ് പൂനെ മെട്രോ. ഇവിടെ നിന്ന് പൂനെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. രാംവാടി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. ഈ പോണ വഴിക്കൊക്കെ ചെറിയ സൈഡ് കച്ചവടക്കാരൊക്കെ ഉണ്ട്. നല്ല മീൻ കച്ചവടക്കാരും ഉണ്ട്. ഇതൊക്കെ മറ്റേ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാട്ടോ. നമ്മുടെ റോഹ്, വാള, പിലോപ്പി അങ്ങനത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. വളർത്ത് പിരാന. സ്റ്റെപ്പും ഉണ്ട്, എസ്കലേറ്ററും ഉണ്ട്. എസ്കലേറ്ററും ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഈ വനാജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണത്. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രെയിൻ പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ. വനാജ് 30 രൂപയുള്ള ഒരു ടിക്കറ്റിന്. ഇതിൻ്റെ ഉൾവശം നല്ല നീറ്റാണ് കേട്ടോ. പുറത്ത് പൂനെ അല്പം കച്ചറ ലുക്കാണെന്നുണ്ടെങ്കിലും ഉൾവശമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാനറിലിട്ട് സേഫ്റ്റിയും ഉറപ്പ് വരുത്തിയാണ് എല്ലാവരും വിടുന്നത്. അപ്പോൾ നമുക്കും ഉണ്ട് ഒരു ബാഗ്, ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ അതും കയറിപ്പോട്ടെ. നമ്മളുടെ ബോഡിയും പരിശോധിക്കുന്നുണ്ട്. ടിക്കറ്റ് വെച്ച് എൻട്രി അടിക്കണം. പക്ഷെ ഇവിടെ ഇതൊന്നും വർക്കാവണില്ലല്ലോ. ഓക്കെ, നമ്മുടെ വനാജ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 എവിടെയാണ്? ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 2 ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഴ്സ് എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇപ്പം നമുക്കൊന്ന് തവണ ഒന്ന് സ്റ്റേഴ്സ് എടുത്ത് നോക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഓൾറെഡി ഇവിടെ ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കയറണോ അത് അടുത്തതിൽ കയറണോ? ഇതിൽ കയറിയാൽ നമുക്ക് ആ ട്രെയിൻ വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ട്രെയിൻ വരുന്ന വീഡിയോ കൂടി എടുത്താലല്ലേ ഒരു ലുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവൻ പോട്ടെ. നമുക്ക് അടുത്ത ട്രെയിനിൽ കയറാം. കൊച്ചി മെട്രോ കണ്ടിട്ടുള്ളവർ പറ, ഈ മെട്രോ എങ്ങനെയുണ്ടെന്ന്. ഈ കോച്ചിലൊന്നും ഒട്ടും ആൾക്കാരില്ല കേട്ടോ, കാലിയാണ്. ഹോൺ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പോകുമായിരിക്കും. അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. അവൻ പോട്ടെ, നമുക്ക് അവനെ യാത്രയാക്കാം. അടുത്തതിൽ നമുക്ക് പോവാം. അങ്ങനെ അവൻ സ്മൂത്തായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വന്നേക്കുന്നതാണ്. നമ്മുടെ കൊച്ചി മെട്രോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ഒരു എന്താ പറയുക, ഇതിൻ്റെ ലുക്ക് വൈസ് നമ്മളുടെ കൊച്ചി മെട്രോ അല്പം കാണാനൊരു ഭംഗിയുണ്ടോ എന്നുള്ളൊരു സംശയം. ഇത് കൃത്യം ഒരു പക്ക ട്രെയിൻ പോലെ, ഒരു സോപ്പ് പൊട്ടി പോലെ ക്ലിയർ കട്ട് എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ഒരു ഷേപ്പാണ്. ഒരു കൃത്യം ഒരു ബോക്സ് പോലെയാണ്. നമ്മളുടെ കൊച്ചി മെട്രോയിൽ ഒരു അല്പം നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോഗികളുടെ എണ്ണവും കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണവും കൂടുതലുണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1, 2, ഒരു 3 കമ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഉള്ളൂ. 3 ബോഗികളെ ഈ പൂനെ മെട്രോയ്ക്ക് ഉള്ളൂ, മഹാ മെട്രോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ടും കൂടി നമുക്ക് നോക്കാം എന്തൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളുടെ മെട്രോ ആണോ, കൊച്ചി മെട്രോ ആണോ, അതോ പൂനെ മഹാ മെട്രോ ആണോ നല്ലത് എന്നുള്ളത്. എന്തായാലും നമുക്ക് പോകാനുള്ള അടുത്ത മെട്രോ വരുന്നുണ്ട്. നമുക്ക് ഇതിലെന്തായാലും കയറാം.
കാലിയാണല്ലോ. പിന്നെ എന്തിനാ മോളെ തിരക്ക് കൂട്ടണേ, വെറുതെ അതിൻ്റെ ഇടയിൽ പോയി വീഴാനായിട്ട്. എനിക്ക് ഷൊർണൂർ വെച്ച് നോർമൽ ട്രെയിനിൽ കയറുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഷൊർണൂരല്ല, മംഗലാപുരത്ത് വെച്ച്. മംഗലാപുരത്ത് നിന്ന് ഷൊർണൂർക്ക് പോകുന്ന ട്രെയിനിൽ പൂനെയുടെ ആകാശം ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ വീണ്ടും 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 പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഈ പണിയിൽ ഇവിടെ എങ്ങും നിൽക്കാൻ പോണില്ല. ഇതൊക്കെ ഇപ്പോൾ മുൻപിൽ കാണുന്നതൊക്കെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സാണ്. പക്ഷേ എത്രയൊക്കെ പണിതാലും ഏറ്റവും വലിയ ശാപമാണ് ഈ ഒഴുകണ നദി. നോക്ക്, നല്ലൊരു നദിയായിരുന്നു. വേസ്റ്റ് ഇട്ടും എന്താ പറയുക, പ്ലാസ്റ്റിക് ഇട്ടും മാലിന്യങ്ങൾ ഒഴുക്കി ഈ ഒരു പരുവാക്കി വെച്ചേക്കാണ്. അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ച കാണുമ്പോൾ നമുക്ക് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലെയുള്ള ഓർമ്മ വരും. स्टेशन लास्टाണ് നമ്മുടെ സ്റ്റോപ്പ് വനാസ് റെയിൽവേ സ്റ്റേഷൻ. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ടോപ്പ് വ്യൂ കാണുന്നത് ആദ്യമായിട്ട്. ഇവിടെ ഒരു ഗംഭീര ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്ന കേട്ടോ. പണി തീർന്നു വരുമ്പോൾ നല്ല സൂപ്പറായി. ഈ ഒഴുകണ നദി നോക്ക്, ഇതൊരു നദിയാണ്. ആ നദി ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, അതിൻ്റെ കളറ് നോക്ക്, നല്ല കറുത്ത് കരിമുട്ടിയായിട്ടിരിക്കും. Ideal corner. Please mind the gap. Please mind the gap. നമ്മൾ വനാസ് സ്റ്റേഷനിലെത്തി. അപ്പം തന്നെ വണ്ടി എടുത്തു കേട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പാണിത്. പിന്നെ ഇത് പിന്നെ അങ്ങോട്ടേക്ക് പോണേ. ഇനി ഇവിടെ നിന്ന് ഇനി അത് തിരിച്ചങ്ങോട്ടേക്കെങ്കിലും പോകുമായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം.
ഇതിൽ എക്സിറ്റ് എവിടെയാണ്? ഓക്കെ, എക്സിറ്റ് ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂനെ മെട്രോയുടെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.